അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന രാജ്യമായ സബഹ് എക്കാലവും ഓർമ്മിക്കപ്പെടും. പൗരാണിക നാഗരികതയുടെ കേന്ദ്രമായിരുന്നു സബഹ്. ഷീബ സാമ്രാജ്യം എന്നും പറയപ്പെടുന്നു. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം. രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിന്നു. ഉന്നതമായ നാഗരികതയുടെ നാട്. സ്വർണം, വെള്ളി, പലവിധ രത്നങ്ങൾ എന്നിവ അവരുടെ കച്ചവട ചരക്കുകളായിരുന്നു. യമനിന്റെ ഭാഗമായ സബഇന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. പണ്ട് അവിടെ ഭരണം നടത്തിയ രാജാവിന്റെ പേര് പറയാം. സബഹ് ബിൻ യശ്ചുബ്. ഇദ്ദേഹത്തിന്റെ സന്താന പരമ്പര സബഹ് ഗോത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. സബഹ് ഗോത്രം താമസിച്ച നാടിന് സബഹ് രാജ്യം എന്ന പേര് കിട്ടി. സബഹിലെ ഒരു പ്രദേശമാണ് മഹ്റബ്. പുരാതന കാലത്ത് അവിടെ സബഹ് ഗോത്രക്കാർ അണക്കെട്ട് നിർമ്മിച്ചു. 2 മലകൾക്കിടയിൽ അണകെട്ടി മഴവെള്ളം ശേഖരിച്ചു. ആ വെള്ളം ഉപയോഗിച്ചു വിശാലമായ പ്രദേശത്ത് കൃഷി ചെയ്തു. ധാന്യങ്ങളും പർവർഗ്ഗങ്ങളും ധാരാളമുണ്ടായി. അണക്കെട്ടിന്റെ ഇരുവശങ്ങളിലുള്ള തോട്ടങ്ങൾ ലോകപ്രസിദ്ധമായിരുന്നു. മരുഭൂമി പൂങ്കാവനമായി മാറി. അത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിരുന്നു. അവിടുത്തെ ജനത ആ അനുഗ്രഹത്തിന്റെ മഹത്വമറിഞ്ഞില്ല. അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. അവർ ധിക്കാരികളായി ജീവിച്ചു. അല്ലാഹുവിന്റെ കോപം അവർ അനുഭവിച്ചു. അണക്കെട്ട് തകർന്നു. വെള്ളപ്പൊക്കമുണ്ടായി. തോട്ടങ്ങൾ നശിച്ചു. ഹമയർ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ ആ പ്രദേശം ഭരിച്ചു. അവർ തുബ്ബഹ് രാജാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാരുടെ ഒരു പരമ്പര തന്നെയുണ്ടായി. ഇടയ്ക്കിടെ രാജ്ഞിമാരും രാജ്യം ഭരിച്ചു. പ്രസിദ്ധനായ യഹ്റുബിനു ബഹ്മാന്റെ സന്താന പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ശരാഹീൽ രാജാവ്. ശരാഹീലിന്റെ പുത്രിയാണ് ബിൽഖീസ്. സബഹ് രാജ്യം ബിൽഖീസ് റാണി ഭരിച്ചു. അവരുടെ സിംഹാസനം വളരെ വിലകൂടിയതാണ്. അതിന്റെ പ്രസിദ്ധി അയൽരാജ്യങ്ങളിലെല്ലാം വ്യാപിച്ചു. നിരവധി പ്രമുഖന്മാർ ആ സിംഹാസനം കാണാൻ വന്നുകൊണ്ടിരുന്നു. ഹുദ്ഹുദ് എന്ന മരംകൊത്തി സുലൈമാൻ അലൈഹിസ്സലാം എന്ന ലോകചക്രവർത്തിയോട് സംസാരിച്ചത് ബിൽഖീസ് രാജ്ഞിയെക്കുറിച്ചായിരുന്നു. ബിൽഖീസ് രാജ്ഞിയും പ്രജകളും സൂര്യനെയാണ് ആരാധിക്കുന്നത്. സർവശക്തനായ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല. ഹുദ്ഹുദയുടെ വിവരണം കേട്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ സത്യം പറഞ്ഞതാണോ അതോ നീ കളവു പറഞ്ഞവരിൽ പെട്ടുപോയോ എന്ന് നാം ഒന്ന് നോക്കട്ടെ. ഹുദ്ഹുദ് പക്ഷിയുടെ ഭാഷ സുലൈമാൻ അലൈഹിസ്സലാമിന് നന്നായി മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഭാഷ ഹുദ്ഹുദിനും മനസ്സിലാവും. ആശയവിനിമയത്തിന് പ്രയാസങ്ങളൊന്നുമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം കുറച്ചുനേരം ചിന്തിച്ചിരുന്നു. ബിൽഖീസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അതിനുള്ള മാർഗമെന്ത്? ഒരു കത്ത് കൊടുത്തയക്കാം. ഹുദ്ഹുദ് കത്ത് എത്തിച്ചുകൊടുക്കാൻ മിടുക്കനാണ്. പ്രതികരണം അറിഞ്ഞുവരികയും ചെയ്യും. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ തുടങ്ങി: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ. ഇത് ദാവൂദിന്റെ മകൻ സുലൈമാനിൽ നിന്നുള്ള കത്താകുന്നു. എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. മുസ്ലിമായിക്കൊണ്ട് നിങ്ങൾ എന്റെ സമീപം വന്നു ചേരുക. കത്തെഴുതി ഹുദ്ഹുദയെ ഏൽപ്പിച്ചു. ഹുദ്ഹുദ് കത്തുമായി പറന്നകന്നു. ഹുദ്ഹുദ് പറന്നകന്നു. സബഇന്റെ ആകാശത്തിലൂടെ പറന്നു. പ്രതാപം വിളിച്ചറിയിക്കുന്ന കൊട്ടാരം. അതിനെ ചുറ്റിപ്പറന്ന് കിളിവാതിലിലൂടെ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു. രാജ്ഞിയുടെ മുറിയിൽ കത്തിട്ടു. ബിൽഖീസ് രാജ്ഞി കത്ത് കയ്യിലെടുത്തു തുറന്നു വായിച്ചു. അല്ലാഹുവിന്റെ നാമത്തിലുള്ള കത്ത്. വല്ലാത്ത അതിശയം തോന്നി. കത്തെഴുതിയിരിക്കുന്നത് ദാവൂദിന്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. രാജ്ഞിയുടെ മനസ്സളകി മറിഞ്ഞു. ഇത് ആദരിക്കപ്പെടേണ്ട കത്ത്. ബഹുമാനപൂർവ്വം ഉള്ളടക്കം വായിച്ചു. മുസ്ലിമാവുക, സുലൈമാന്റെ സമീപം വന്നു ചേരുക, എതിർക്കാൻ നിൽക്കരുത്. ബുദ്ധിമതിയായ ബിൽഖീസ് രാജ്ഞി നന്നായി ചിന്തിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം. ക്ഷണിക്കുന്നത് ലോകചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം. എതിർക്കാൻ നോക്കിയാൽ പരാജയം നിശ്ചയം. അനുസരിച്ചാൽ ആദരിക്കപ്പെടും. അതാണ് നല്ല വഴി. ഈ ജനതയുടെ സഹകരണം ലഭിക്കണം. അതിനെന്തു വഴി? മന്ത്രിമാരെയും പ്രധാനികളെയും വിളിക്കണം. അവരുടെ അഭിപ്രായം ആരായാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചാലുള്ള കുഴപ്പങ്ങൾ പറഞ്ഞുകൊടുക്കാം. ബിൽഖീസ് പ്രധാനികളെയെല്ലാം വിളിച്ചുകൂട്ടി. അവരോട് സംസാരിച്ചു. വളരെ മഹത്തായ ഒരു കത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ബിസ്മി കൊണ്ടാണ് കത്ത് തുടങ്ങിയിരിക്കുന്നത്. ദാവൂദിന്റെ മകൻ സുലൈമാൻ നബി അയച്ചതാണ് കത്ത്. നാം മുസ്ലിങ്ങളായി അദ്ദേഹത്തെ സമീപിക്കണം. എതിർക്കാൻ നിൽക്കരുത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമെന്താണ്? പറയൂ. നിങ്ങൾ പറയും പോലെ നമുക്ക് നീങ്ങാം. എല്ലാ പ്രധാന കാര്യങ്ങളും നിങ്ങളോടാലോചിച്ചാണല്ലോ നാം നിർവഹിക്കുന്നത്. അവർ ഇങ്ങനെ അറിയിച്ചു: നമുക്ക് സുശക്തമായ സൈന്യമുണ്ട്. നമ്മെ ആക്രമിക്കാൻ വന്നാൽ നാം നേരിടും. സന്ധി ചെയ്യണമെങ്കിൽ അങ്ങനെയുമാവാം. രാജ്ഞി കൽപ്പിക്കും പോലെ ചെയ്യാം.
കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം രാജ്ഞിക്ക് തന്നെ വിട്ടുകൊടുത്തു. അവരുടെ വാക്കുകൾ കേൾക്കാനവർ കാത്തിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം വമ്പിച്ച സൈന്യവുമായി വന്നു. ഈ നാട് നശിപ്പിക്കും, അതിനിടകൊടുക്കരുത്. സൈന്യമിറങ്ങിയാൽ നാട്ടിലെ മാന്യന്മാരെ നിസ്സാരന്മാരാക്കികളയും, കൃഷി നശിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, വമ്പിച്ച പാരിതോഷികങ്ങളുമായി കുറെ ആളുകളെ അയക്കാം. മുത്തും മാണിക്യവും മരതകവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും കൊടുത്തയക്കാം. സുന്ദരികളായ അടിമസ്ത്രീകളെയും പുരുഷന്മാരെയും അയക്കാം. അദ്ദേഹം യഥാർത്ഥ നബിയാണെങ്കിൽ പാരിതോഷികങ്ങൾ സ്വീകരിക്കില്ല. ദൂതന്മാർ പോയി വരട്ടെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ടറിയാം. സദസ് അംഗീകരിച്ചു. ഹുദ്ഹുദെല്ലാം കേട്ട് മനസ്സിലാക്കി ധൃതിയിൽ പറന്നുപോവുകയും ചെയ്തു. ബിൽക്കീസ് രാജ്ഞി വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് പോകേണ്ട സംഘത്തെ സജ്ജമാക്കി. അടിമകളായ 500 പുരുഷന്മാർ, അത്രയും സ്ത്രീകളും അവരെ ഒരേ രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചു. സ്ത്രീയെയും പുരുഷനെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാവാത്ത വിധം അണിയിച്ചൊരുക്കി. പാരിതോഷികമായി കൊണ്ടുപോകുന്നത് വില കൂടിയ രത്നങ്ങൾ പതിച്ച കിരീടം, കൂടെ സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ, അംബർ, കസ്തൂരി. സംഘത്തെ നയിക്കുന്നത് മുൻസീർ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകാനുള്ള കത്ത് ബിൽക്കീസ് രാജ്ഞി മുൻസീറിനെ ഏൽപ്പിച്ചു. ഹുദ്ഹുദ പറന്നുവന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപം വന്നു കാര്യങ്ങൾ ധരിപ്പിച്ചു. ബിൽക്കീസിന്റെ സംഘത്തെ ഒരു മൈതാനിയിൽ വെച്ച് സ്വീകരിക്കാം. മൈതാനം നന്നായി അലങ്കരിക്കണം. അലങ്കാരത്തിന്റെ ചുമതല ജിന്നുകളെ ഏൽപ്പിച്ചു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടുവന്നു. മൈതാനം മുഴുവൻ പരത്തി. എത്ര മനോഹരമായ കാഴ്ച! മൈതാനത്തിലേക്ക് കടക്കാൻ കമാനങ്ങൾ, പ്രഭ ചൊരിയാൻ ദീപങ്ങൾ. ഒരു മൈതാനമാണെന്ന് തോന്നില്ല, ഒരു മായാലോകം തന്നെ. പക്ഷികളും മൃഗങ്ങളും അണിനിരന്നു. മധ്യഭാഗത്ത് സിംഹാസനം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരുന്നു. ചുറ്റും വിലകൂടിയ ഇരിപ്പിടങ്ങൾ. മനുഷ്യരിലും ജിന്നിലും പെട്ട പ്രധാനികൾ ഇരുന്നു. ബിൽക്കീസിന്റെ സംഘമെത്തി. തങ്ങളെവിടെയാണെത്തിപ്പെട്ടത്? ഇത് ഭൂമിയോ ആകാശമോ? എന്തൊരു കാഴ്ചയാണിത്! അവർ ഭയന്നുപോയി. വിസ്മയം കൊണ്ട് സംസാരിക്കാനാവുന്നില്ല. മുൻസീർ കത്ത് നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാം കത്ത് തുറന്നു വായിച്ചു, പുഞ്ചിരിച്ചു. ചില കാര്യങ്ങൾ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ അതുതന്നെ ആദ്യം നടക്കട്ടെ. പ്രിയപ്പെട്ട അതിഥികളെ, നിങ്ങളെ നാം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൈയും മുഖവും കഴുകി അകത്ത് കടന്നിരിക്കുക. നിർദ്ദേശം കിട്ടിയ ഉടനെ പുരുഷന്മാർ ഒരു സങ്കോചവുമില്ലാതെ കൈകളും മുഖവും കഴുകി. പണ്ണുങ്ങൾ നാണത്തോടെ കഴുകി. സ്ത്രീകളും പുരുഷന്മാരും വേർതിരിക്കപ്പെട്ടു. രത്നങ്ങൾ ഉൾപ്പെടെയുള്ള വിലകൂടിയ സാധനങ്ങൾ ഒരു ഡപ്പിയിൽ അടച്ചു ഭദ്രമാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഡപ്പി തുറക്കാതെ തന്നെ അതിലെന്തൊക്കെയാണുള്ളതെന്ന് പറയണം. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാം പറഞ്ഞുകൊടുത്തു. ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടു. ഇനി പാരിതോഷിക സമർപ്പണം കൊണ്ടുവന്ന സാധനങ്ങൾ മുമ്പിൽ വെച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം അതിലേക്ക് നോക്കി. എന്നിട്ടു പ്രകാരം പറഞ്ഞു, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, മടക്കിക്കൊണ്ടുപോവുക. ഈ ലോകത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ മോഹിക്കുന്നില്ല. പരലോക വിജയം അതുമാത്രമാണെന്റെ മോഹം. നിങ്ങൾ നാട്ടിൽ ചെന്ന് രാജ്ഞിയോട് ഇസ്ലാം മതം സ്വീകരിച്ചു ഇവിടെ വരാൻ പറയുക. അതിനവർ തയ്യാറില്ലെങ്കിൽ ഞാനെന്റെ സൈന്യവുമായി അവിടെ വരും. ഞങ്ങളെ തടയാൻ നിങ്ങളെക്കൊണ്ടാവില്ല. സൽക്കാരം കഴിഞ്ഞു യാത്ര പറഞ്ഞു മുൻസീറും സംഘവും മടങ്ങി. പാരിതോഷികങ്ങൾ മടക്കിക്കൊണ്ടുപോയി. സബഹക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നോക്കിയിരിക്കെ സംഘം മടങ്ങിയെത്തി. മുൻസീർ വിവരങ്ങളെല്ലാം വിശദമായി തന്നെ രാജ്ഞിയെ ധരിപ്പിച്ചു. സുലൈമാൻ നബി സാധാരണ രീതിയിലുള്ള രാജാവല്ല. അദ്ദേഹത്തിന്റെ സൈന്യം അത്ഭുതശക്തിയുള്ളവരാണ്. അവരെ നേരിടാൻ നമുക്കാവില്ല. വിവരണം നീണ്ടുപോയി. കേൾവിക്കാരിൽ വിസ്മയം കൂടിക്കൂടി വന്നു. രാജ്ഞിയുടെ മനസ്സ് ഇളകിമറിഞ്ഞു. മൈതാനിയിലെ അലങ്കാരങ്ങൾ പറഞ്ഞപ്പോൾ കേൾവിക്കാർ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഒടുവിൽ ബിൽക്കീസ് റാണി ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ പരിവാരസമേതം സുലൈമാൻ നബിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബിൽക്കീസ് രാജ്ഞിയും പൗരപ്രമുഖരുമെല്ലാം ദൂതന്മാരുടെ വിവരണം ഉൾക്കിടിലത്തോടെ കേട്ടു. വിലപിടിച്ച പാരിതോഷികങ്ങൾ തിരിച്ചയച്ചിരിക്കുന്നു. രാജ്ഞിയും കൂട്ടരും അതുകണ്ട് ഞെട്ടിപ്പോയി. സുലൈമാൻ നബി അലൈഹിസ്സലാം യുദ്ധം മുഴുക്കിയിരിക്കുകയാണ്. രാജ്യം കീഴടക്കും, നമ്മയെല്ലാം നിന്ദ്യരായ നിലയിൽ ആട്ടിപ്പുറത്താക്കും. സർവശക്തനായ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ആ ക്ഷണം നിരസിച്ചുകൂടാ. നിരസിച്ചാൽ നാശം തീർച്ചയാണ്. ക്ഷണം സ്വീകരിച്ചാലോ അത് വൻ വിജയമായി തീരും. ഈ ലോകത്തും പരലോകത്തും വിജയം. ആ വിജയമാണല്ലോ നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ അനുസരണയുള്ള അടിമകളായി മാറുക. മുസ്ലീങ്ങളായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് പോവുക.
ബിൽഖീസ് രാജ്ഞിയും പ്രമുഖന്മാരും ആ തീരുമാനമെടുത്തു. ബിൽഖീസ് രാജ്ഞിയും പൗരപ്രമുഖരുമെല്ലാം ഇപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നാട്ടിലാകെ അതുതന്നെയാണ് സംസാരം. ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സന്ദേശമയച്ചു. അതിപ്രകാരമായിരുന്നു: താങ്കളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ച മതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞാനും നാട്ടുപ്രമുഖന്മാരുമായി ഉടനെ വരുന്നു. സന്ദേശം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലഭിച്ചു. ബിൽഖീസിനെയും നേതാക്കളെയും സ്വീകരിക്കാനുള്ള ഒരുക്കം തുടങ്ങി. 12,000 സേനാനായകന്മാരുടെ അകമ്പടിയോടെ ബിൽഖീസ് യാത്ര തിരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി. ജിന്നുകളും മനുഷ്യരുമെല്ലാം കൂടി. അദ്ദേഹം അവരോടിങ്ങനെ ചോദിച്ചു: പ്രധാനികളെ, ബിൽഖീസും കൂട്ടരും മുസ്ലിങ്ങളായി വരുന്നതിനു മുമ്പ് അവരുടെ സിംഹാസനം ആരു കൊണ്ടുവരും? വല്ലാത്ത ചോദ്യം തന്നെ. സിംഹാസനം പൂട്ടിവെച്ച മുറിയിലിരിക്കുക എളുപ്പമല്ല. കോട്ട കടക്കണം, പിന്നെ സുശക്തമായ കൊട്ടാരം അടച്ചുപൂട്ടിയ പല മുറികൾ കടന്നു ചെല്ലണം. കവർച്ചക്കാർക്കൊന്നും തുറക്കാൻ കഴിയാത്ത പൂട്ട്. ബിൽഖീസ് തിരിച്ചുവരുന്നതുവരെ ആ പൂട്ടുകളൊന്നും തുറക്കുകയില്ല. അങ്ങനെയുള്ള സിംഹാസനം കൊണ്ടുവരാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത്. ആ ചോദ്യത്തിനുത്തരം നൽകിയത് ഇഫ്രിത്ത് എന്ന ജിന്നായിരുന്നു. ഇഫ്രിത്ത് എന്ന പദത്തിന് പോക്കിരി, മല്ലൻ എന്നൊക്കെ അർത്ഥം പറയാം. ജിന്നുകളുടെ കൂട്ടത്തിൽ കൂടുതൽ യോഗ്യതയുള്ള ഒരു പ്രബല വ്യക്തിയായിരുന്നു അദ്ദേഹം. മനുഷ്യരെക്കാൾ പല കഴിവുകളുമുള്ള ഒരു വിഭാഗമാണ് ജിന്നുകൾ. അവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖനാണ് സിംഹാസനം കൊണ്ടുവരാമെന്ന് പറയുന്നത്. അതിനുള്ള ശക്തി അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. താൻ വിശ്വസ്തനാണെന്ന് ഇഫ്രിത്ത് പറയുന്നു. ഇത് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാകുന്നു. അങ്ങ് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് സിംഹാസനം കൊണ്ടുവരാം എന്നാണ് ഇഫ്രിത്ത് പറഞ്ഞത്. സാധാരണഗതിയിൽ കേസുകൾ കേൾക്കാനും വിധി പറയാനുമൊക്കെയായി രാവിലെ ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കുക. ഈ സമയത്തിനുള്ളിൽ സിംഹാസനം കൊണ്ടുവരാം, അതാണ് ഇഫ്രിത്തിന്റെ വാഗ്ദാനം. അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. കൂടുതൽ വേഗത്തിൽ ആർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു. വേദഗ്രന്ഥത്തിൽ പരിജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു: അങ്ങ് കണ്ണടയ്ക്കുന്നതിനു മുമ്പ് ഞാൻ കൊണ്ടുവരാം. തുറന്ന കണ്ണടയ്ക്കുന്ന വേഗതയിൽ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തൊട്ടടുത്തെത്തി. ഇത് അല്ലാഹു ചെയ്ത അനുഗ്രഹം തന്നെ. ഈ അനുഗ്രഹം ഒരു പരീക്ഷണമാണ്. അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുമോ അതോ നന്ദികേട് കാണിക്കുമോ? അതറിയാനുള്ള പരീക്ഷണം. മഹത്തായ അനുഗ്രഹം വന്നപ്പോൾ നന്ദിയെക്കുറിച്ചാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം സംസാരിച്ചത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പാഠം. ആരാണ് സിംഹാസനം കൊണ്ടുവന്നത്? കിതാബിലെ വിജ്ഞാനം നേടിയ ആൾ. ഏത് കിതാബ്? അതുവരെ അല്ലാഹു ഇറക്കിയ എല്ലാ കിതാബുകളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചിലർ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ പ്രത്യേക വിജ്ഞാനമാണെന്ന് മറ്റൊരഭിപ്രായം. മഹത്തായ നാമങ്ങളാണെന്ന് നിരവധി ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സിംഹാസനം കൊണ്ടുവന്ന ആളിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ പലതാണ്. വിജ്ഞാനത്തിന്റെ ശക്തി നമ്മളിവിടെ അറിയുന്നു. നന്ദിയുടെ പ്രാധാന്യവും കാണുന്നു. ഒരാൾ നന്ദി കാണിച്ചാൽ അയാൾക്കു തന്നെയാണതിന്റെ നന്മ. ഒരുവൻ നന്ദികേട് കാണിച്ചാൽ അതിന്റെ ദോഷവും അയാൾക്കുതന്നെ. നന്ദികേടുകൊണ്ട് അല്ലാഹുവിന് നഷ്ടമൊന്നും വരാനില്ല. അവൻ നിരാശ്രയനും ഉത്കൃഷ്ടനുമാകുന്നു. ബിൽഖീസും പരിവാരവും എത്താറായി. പളുങ്കുകൊട്ടാരം പണിതുയർത്തി അതിമനോഹരമായി വിധാനിച്ചു. നീളം ആകെ അലങ്കരിച്ചൊരുക്കിയ കൊട്ടാരം. ജിന്നുകളുടെ മികച്ച നിർമ്മിതി. ബിൽഖീസിന്റെ സിംഹാസനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സുലൈമാൻ നബി അലൈഹിസ്സലാം സേവകന്മാരോട് കൽപ്പിച്ചു. ബാഹ്യമായ ചില മാറ്റങ്ങൾ വരുത്തി. സ്വന്തം സിംഹാസനം അവർക്ക് തിരിച്ചറിയാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അവർ ബുദ്ധിമതി തന്നെ. ഇതൊരു പരീക്ഷണം. അല്ലാഹു തനിക്കു നൽകിയ അനുഗ്രഹങ്ങൾ ബിൽഖീസ് മനസ്സിലാക്കണം. സന്ദർശനവേള അതിനുകൂടിയുള്ളതാണ്. ബിൽഖീസിനെ സ്വീകരിക്കുന്നത് പളുങ്കുകൊട്ടാരത്തിലാണ്. അടിഭാഗത്ത് വെള്ളം നിറച്ചു. വെള്ളത്തിൽ പലതരം മത്സ്യങ്ങൾ, മനോഹരമായ ജലജീവികൾ. വെള്ളത്തിനു തൊട്ടുമുകളിലായി കണ്ണാടിപ്പലകകൾ സ്ഥാപിച്ചു. കണ്ണാടിപ്പലകയിൽ ചവിട്ടുമ്പോൾ വെള്ളത്തിലിറങ്ങിയതുപോലെ തോന്നും. കാലിൽ വെള്ളം നനയില്ല. വെള്ളത്തിലല്ലെന്ന് അപ്പോഴാണറിയുക. ബിൽഖീസും കൂട്ടരുമെത്തി. പളുങ്കുകൊട്ടാരത്തിന്റെ മുമ്പിൽ ആശ്ചര്യത്തോടെ നിന്നു. എത്ര വിസ്മയകരം, എത്ര ആഡംബരപൂർണമായ സ്വീകരണം! ബിൽഖീസിന് ലഭിച്ച പദവികൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം ബിൽഖീസിന് ബോധ്യമായി. അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ അവർണ്ണനീയം തന്നെ. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഗംഭീര സ്വീകരണം. ബിൽഖീസ് വന്നു ചേർന്നപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു: നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? ചോദ്യം ബുദ്ധിപരീക്ഷയാണ്. പരീക്ഷയിൽ വിജയിച്ചു. അവർ ഇങ്ങനെ മറുപടി നൽകി: അതെ, ഇതുപോലെ തന്നെ. രൂപവ്യത്യാസം വരുത്തിയിട്ടും തിരിച്ചറിഞ്ഞു. സുലൈമാൻ അലിഹിസ്സലാം സന്തോഷവാനായി.
താൻ സബഹിലെ കോട്ടയിൽ പൂട്ടിവെച്ച സിംഹാസനം തന്നെയാണിതെന്ന് അവർക്കു മനസ്സിലായി. എന്നിട്ടും ഇത് തന്റെ സിംഹാസനമാണെന്ന് തീർത്തു പറഞ്ഞില്ല. ഇതുതന്നെയാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തുന്നതിനു മുമ്പുതന്നെ ബിൽഖീസ് സൂര്യാരാധന ഉപേക്ഷിക്കുകയും അല്ലാഹുവിന് കീഴൊതുങ്ങുകയും ചെയ്തിരുന്നു. സത്യം മനസ്സിലാക്കാത്ത ഒരു ജനതയിലാണവർ കഴിഞ്ഞിരുന്നത്. അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ബിൽഖീസ് തടയപ്പെടുകയായിരുന്നു. ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. പളുങ്കുകൊട്ടാരത്തിൽ പ്രവേശിക്കുവാൻ ബിൽഖീസിനെ ക്ഷണിച്ചു. വെള്ളത്തിൽ ചവിട്ടുകയാണെന്ന ധാരണയിൽ വസ്ത്രത്തിന്റെ താഴെ അറ്റം പൊക്കിപ്പിടിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് പളുങ്കുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള കൊട്ടാരമാണ്. ബിൽഖീസിന് അബദ്ധം മനസ്സിലായി. തന്റെ പാദങ്ങൾ വെള്ളത്തിൽ തട്ടുന്നില്ല. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞു. സൂര്യ ആരാധന നടത്തിയത് അക്രമമായിപ്പോയി. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചുപോയി, പൊറുത്തുതരേണമേ. താനിതാ സുലൈമാന് നബിയോടൊപ്പം ലോകരക്ഷിതാവായ അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ബിൽഖീസ് വളരെയധികം സന്തോഷവതിയായി. തനിക്ക് ഉന്നത പദവികൾ ലഭിച്ചിരിക്കുന്നു. തനിക്കുള്ളതെല്ലാം സുലൈമാൻ നബിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ അവർ സന്നദ്ധരായി കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയെ വിവാഹം ചെയ്തു. അതോടെ ബിൽഖീസിന്റെ പദവി വീണ്ടും ഉയർന്നു. വളരെ സന്തോഷത്തോടെയാണവർ ദാമ്പത്യജീവിതത്തിലേക്ക് കടന്നുവന്നത്. ബിൽഖീസിനെ യമനിലേക്ക് തന്നെ തിരിച്ചയച്ചു. പോയതുപോലെയല്ല തിരിച്ചുപോകുന്നത്. എല്ലാ ചലനങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. ആരാധനകളെല്ലാം മുറപോലെ നടക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോടിങ്ങനെ കൽപ്പിച്ചു, യമനിലേക്ക് പോവുക. ബിൽഖീസിനുവേണ്ടി അവിടെ 3 കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ജിന്നുകൾ വന്നു അത്ഭുതകരമായ 3 ഗംഭീര കൊട്ടാരങ്ങൾ നിർമ്മിക്കുക. മാസത്തിലൊരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഭാര്യയെ കാണാൻ വരും. വന്നാൽ 3 ദിവസം താമസിക്കും. അദ്ദേഹം വന്നാൽ നാട്ടിലാകെ സന്തോഷമാണ്. ഒരിക്കൽ ബിൽഖീസ് പറഞ്ഞു, യാത്രയിൽ എന്നെ കൂടെ കൊണ്ടുപോകുക. നിനക്ക് എങ്ങോട്ടു പോകാനാണാഗ്രഹം? സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു. ദ്വീപിലേക്ക് പറക്കുന്ന കുതിരകളുള്ള ദ്വീപിലേക്ക്. അവർ കൂട്ടിലിൽ കയറിയിരുന്നു. അവരെ ദ്വീപിലേക്ക് കൊണ്ടുപോവാൻ കാറ്റിനോട് കൽപ്പിച്ചു. കാറ്റ് അവരെ ദ്വീപിലെത്തിച്ചു. ദ്വീപിൽ വെച്ച് അവർ ചിറകുള്ള കുതിരകളെ കണ്ടു. ധാരാളം കുതിരകൾ അവ പറക്കുന്നു. പറന്നു കടലിൽ ചാടുന്നു. മനോഹരമായ 4 കുതിരകളെ പിടിച്ചു. അവയെ സ്നേഹപൂർവ്വം തലോടി. സുലൈമാൻ നബി അലൈഹിസ്സലാം നല്ല ഇനം കുതിരകളെ ഇഷ്ടപ്പെട്ടിരുന്നു. കുതിരകൾ കൊട്ടാരങ്ങൾക്ക് അലങ്കാരമാകുന്നു. കുതിരപ്പട ശക്തിയുടെ പ്രകടനമാവുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ശക്തമായ കുതിരപ്പടയുണ്ടായിരുന്നു. കുതിരകളെ തൊട്ടുതടവും തീറ്റ കൊടുക്കും. സ്നേഹം പ്രകടിപ്പിക്കും. ഏറെ നേരം അവരോടൊപ്പം ചെലവഴിക്കും. ഇടയ്ക്കിടെ യുദ്ധങ്ങൾ നടക്കും. യുദ്ധം ജയിക്കാൻ കുതിരപ്പട വേണം. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് കുതിരകൾ. ഒരു ദിവസം കുതിരകളുടെ പ്രദർശനം നടന്നു. വമ്പിച്ച അശ്വസൈന്യം മൈതാനിയിൽ അണിനിരന്നു. പിന്നെ അവ മുമ്പോട്ട് കുതിച്ചു. വളരെ വേഗത്തിൽ ഓട്ടി പൊടിപടലങ്ങളുയർന്നു. കുതിരകളെ ഇപ്പോൾ കാണാനേയില്ല. ദീർഘദൂരം പൊടിപടലം പരന്നു. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം കൽപ്പിച്ചു, കുതിരകളെ തിരിച്ചുകൊണ്ടുവരിക. പട്ടാളക്കാർ കുതിരകളെ തിരിച്ചുകൊണ്ടുവന്നു. സുലൈമാൻ നബിയുടെ മുമ്പിൽ അണിനിരത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാം അവയുടെ പിരടിയും കാലുകളും സ്നേഹപൂർവ്വം തടവിക്കൊടുത്തു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന? എന്റെ രക്ഷിതാവിനെ ഓർക്കുവാൻ വേണ്ടിയാണ് ഈ നല്ല വസ്തുവോടുള്ള സ്നേഹത്തെ ഞാനിഷ്ടപ്പെടുന്നത്. സുസജ്ജമായ തന്റെ അശ്വസൈന്യത്തെ കണ്ടപ്പോൾ അല്ലാഹുവിനെ ഓർക്കുകയാണ് ചെയ്തത്. കുതിരകൾ അല്ലാഹുവിന്റെ സ്മരണ ഉണർത്തുന്നു. അതുകൊണ്ട് കുതിരകളെ സ്നേഹിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അശ്വസൈന്യം വളരെ പ്രസിദ്ധമായിരുന്നു. അശ്വസൈന്യത്തിന്റെ പരേഡ് പരിശോധിക്കും, പോരായ്മകൾ പരിഹരിക്കും. ഇവിടെ മറ്റൊരു വ്യാഖ്യാനം കൂടി കാണുന്നു. വാഹനം അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതെപ്പോഴും ഓർമ്മ വേണം, നന്ദി പ്രകടിപ്പിക്കുകയും വേണം. കുതിരയുടെ സ്ഥാനത്ത് വിലകൂടിയ കാറുകളാണ് ഇന്നുള്ളത്. അത് ലഭിച്ചവർ അതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. വിനയം പ്രകടിപ്പിക്കണം, നന്ദിയുള്ളവരായി ജീവിക്കണം. മോട്ടോർ വാഹനങ്ങളും മറ്റു ഭൗതിക സൗകര്യങ്ങളും അല്ലാഹുവിനു വേണ്ടിയുള്ള കർമ്മങ്ങളിൽ നിന്ന് നമ്മെ തടയരുത്. അതാണ് മേലുദ്ധരിച്ച സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. ദാവൂദ് നബി അലൈഹിസ്സലാമിനും കുതിരപ്പട ഉണ്ടായിരുന്നു. പിതാവിൽ നിന്ന് പുത്രന് കുതിരപ്പട അനന്തരാവകാശമായി ലഭിച്ചു. അവയെ പ്രത്യേക പരിഗണനയോടെ സൂക്ഷിച്ചുവന്നു. ലോകത്തിലെ ഏറ്റവും നല്ലയിനം കുതിരകളെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം വളർത്തിയിരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ ഇന്ന് 100 സ്ത്രീകളെ സമീപിക്കും. അവരെല്ലാം ഗർഭം ധരിക്കും, ആൺകുഞ്ഞിനെ പ്രസവിക്കും. വളർന്നു വരുമ്പോൾ കുതിരപ്പടയാളികളായി മാറും. ഓരോ ഭാര്യയിൽ നിന്നും ഓരോ കുതിരപ്പടയാളി. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടും. ഇക്കാര്യം സുലൈമാൻ നബി അലൈഹിസ്സലാം പരസ്യമായി തന്നെ പറഞ്ഞു.
ഇൻഷാ അല്ലാഹ് എന്നു പറയാൻ വിട്ടുപോയി. അത് കാരണം ഒരു ഭാര്യയൊഴികെ മറ്റാരും ഗർഭം ധരിച്ചില്ല. ഭാര്യയാവട്ടെ പ്രസവിച്ചത് പൂർണ്ണമാവാത്ത ശിശുവും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇതൊരു പരീക്ഷണമായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം വല്ലാതെ ദുഃഖിച്ചു, പശ്ചാത്തപിച്ചു, ഖേദിച്ചു മടങ്ങി. ഒരു ജഡത്തെ സിംഹാസനത്തിലിട്ടു എന്നതിന് പല വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അപൂർണനായി ജനിച്ച കുട്ടിയെപ്പറ്റിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഒരഭിപ്രായം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് തന്റെ ഒരു പുത്രനോട് അമിതമായ വാത്സല്യമായിരുന്നു. ആ കുട്ടിയുടെ കാര്യത്തിൽ അതിയായ ശ്രദ്ധ വയ്ക്കുകയും ചെയ്തു. ഒരു ദിവസം ആ കുട്ടി സിംഹാസനത്തിൽ മരിച്ചുകിടക്കുന്നതായി കണ്ടു. ഇതാണിവിടെ സൂചനയെന്നൊരഭിപ്രായമുണ്ട്. അക്കാലത്തെ ഏറ്റവും മികച്ച ഭരണമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കാഴ്ചവെച്ചത്. ഒരിക്കൽ അദ്ദേഹത്തിന് ക്ഷീണം തട്ടി. ഭരണം ശരിക്കു കൊണ്ടുപോവാൻ കഴിയുന്നില്ല. സജീവമായ ഭരണം നിർജീവാവസ്ഥയിലായിത്തീർന്നു. സിംഹാസനത്തിൽ വന്നിരിക്കുകയും കാര്യങ്ങൾ ഒരുവിധം നിർവഹിച്ചു പോവുകയും ചെയ്യുന്നുവെന്നല്ലാതെ പഴയ പ്രസരിപ്പ് നിലനിർത്താനാവുന്നില്ല. സജീവമല്ലാത്ത മനസ്സും ശരീരവുമായി സിംഹാസനത്തിലിരിക്കുന്നുവെന്നു മാത്രം. സിംഹാസനത്തിന്മേൽ ഒരു ജഡമിട്ടു എന്നതിന്റെ ഉദ്ദേശ്യമിതാണെന്ന് മറ്റൊരഭിപ്രായം. സുലൈമാൻ നബി അലൈഹിസ്സലാം സിംഹാസനത്തിലിരിക്കുമ്പോൾ അപൂർണനായ ശിശുവിനെ കൊണ്ടുവന്ന് മടിയിൽ കിടത്തിക്കൊടുത്തുവെന്ന് ചിലർ പറയുന്നു. ഏതു വിധത്തിലായാലും ഒരു പരീക്ഷണത്തിന് സുലൈമാൻ നബി അലൈഹിസ്സലാം വിധേയനായി എന്നു മനസ്സിലാക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണം പോലെ മറ്റൊരു ഭരണമില്ല. അല്ലാഹുവിനു വേണ്ടിയുള്ള ഭരണമാണത്. തന്റെ ഓരോ നടപടിയും അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രശംസ നേടുകയും ചെയ്തു. മറ്റാർക്കും ലഭിക്കാത്ത രാജാധിപത്യം എനിക്ക് നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. മറ്റാർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണത്തെ അല്ലാഹു പ്രത്യേകമാക്കിവെച്ചു. ചില ഖുർആൻ വചനങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. അല്ലാഹു നൽകിയ ഔദാര്യം, അനുഗ്രഹങ്ങൾ, അല്ലാഹു നൽകിയ വിഭവങ്ങൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് യാഥേഷ്ടം ചെലവഴിക്കാം, കണക്കില്ലാതെ ചെലവഴിക്കാം, പിടിച്ചുവെക്കുകയും ചെയ്യാം. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു ചെയ്തു? കണക്കു നോക്കാതെ ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിച്ചാൽ വീണ്ടും വീണ്ടും ലഭിക്കും. പിശുക്കന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നബിമാർ ദാനം ചെയ്യുന്നവരാണ്, കെട്ടിപ്പൂട്ടി പിശുക്കു കാണിക്കുന്നവരല്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചെലവഴിച്ചു. അല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ സാമീപ്യമുണ്ട്. അദ്ദേഹത്തിന്റെ മടക്കസ്ഥാനം വളരെ മെച്ചപ്പെട്ടതാകുന്നു. ഇതുതന്നെയല്ലേ മഹാസൗഭാഗ്യം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടു: റസൂലായ അടിമയായിരിക്കുവാനാണോ താൽപര്യം, അതോ രാജാവായ നബിയായിരിക്കുവാനാണോ താൽപര്യം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി നൽകി: റസൂലായ അടിമയായിരിക്കുവാനാണ് താൽപര്യം. അടിമ എന്ന വിശേഷണം ഏറെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു. അല്ലാഹുവിന്റെ സാമീപ്യം നേടി. മദീനയിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ അല്ലാഹു അവസരം നൽകി. എന്നിട്ടും അബ്ദായി തന്നെ ജീവിച്ചു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടു. പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും അനുഭവിച്ചു. എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്കുവേണ്ടി. ലോകചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചതും അല്ലാഹുവിന്റെ തൃപ്തിക്കുവേണ്ടി തന്നെ. അത് നേടുകയും ചെയ്തു. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം പുറത്തേക്കിറങ്ങി. ഹോ, എന്തൊരു വെയിൽ, എന്തൊരു ചൂട്! സുലൈമാൻ നബി അലൈഹിസ്സലാം ശിരസ്സുയർത്തി ആകാശത്തേക്കു നോക്കി. പിന്നെ ചുറ്റുപാടും നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു: പക്ഷികളേ, പറന്നുവരൂ, തണലേകൂ, ഈ മനുഷ്യസമൂഹത്തിന് ആശ്വാസം നൽകൂ. ജനം അത് കേട്ടു. അവർ ആകാംക്ഷാഭരിതരായി. അവരുടെ നയനങ്ങൾ കണ്ടു പക്ഷിക്കൂട്ടങ്ങൾ, അതിവേഗം പറന്നുവരുന്ന പക്ഷിക്കൂട്ടങ്ങൾ, പതിനായിരക്കണക്കായ പക്ഷികൾ. അവ ആകാശത്ത് പരന്നു, ചിറകുകൾ വിടർത്തി നിന്നു. പക്ഷികളുടെ തൂവലുകൾ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തി. അവിടെയാകെ തണൽ പടർന്നു. എന്തൊരാശ്വാസം! പെട്ടെന്നാണ് കുളിർമ വന്നത്. ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ, സമാധാനത്തിന്റെ കണ്ണീർക്കണങ്ങൾ. മയ്യിത്ത് കട്ടിലുയർന്നു. ഇതാ പോവുകയാണ്. അന്ത്യയാത്ര രാജകൊട്ടാരത്തിൽ നിന്ന് മണ്ണറയിലേക്ക്, ഭരണസിരാകേന്ദ്രത്തിൽ നിന്ന് ഖബറിലേക്ക്. ഈ കേന്ദ്രത്തിൽ നിന്ന് എത്രയോ തവണ യാത്ര പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം തിരിച്ചു വന്നിട്ടുമുണ്ട്. ഇത് മടക്കമില്ലാത്ത യാത്ര. പാറകളും പർവ്വതങ്ങളും ആ യാത്ര നോക്കി നിന്നു. ദൗത്യം പൂർത്തിയാക്കി അതാ യാത്രയാവുന്നു. മഹാനായ പ്രവാചകന്റെ അന്ത്യയാത്ര. പർവ്വതങ്ങൾ മൗനഭാഷയിൽ സംസാരിച്ചു: പ്രവാചകപ്രഭോ, ഞങ്ങളിത്രയും കാലം അങ്ങയോടൊപ്പം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. എത്ര വളരെ അനുഭൂതിയാണ് ആ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്.
അങ്ങയുടെ സബൂർ പാരായണം അതുകേട്ട് ഞങ്ങൾ കോരിത്തെരിച്ചു നിന്നുപോയിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം പറവകളും മൃഗങ്ങളും വിസ്മയിച്ചു നിന്നുപോയിട്ടുണ്ട്. പുണ്യപ്രവാചകരെ, അങ്ങ് ദൗത്യം പൂർത്തിയാക്കി ഞങ്ങളതിന്ന് സാക്ഷിയാണ്. മയ്യത്ത് കടന്നുപോയി അത് ഖബറിലേക്ക് താഴ്ത്തപ്പെട്ടു. കല്ലുകൾ കൊണ്ട് മൂടി ഒരു സുവർണ കാലഘട്ടത്തിന്റെ സ്മാരകമായി മീസാൻ കല്ലുകൾ ഉയർന്നുനിന്നു. ആ ഖബറിനരികിലൂടെ കാലം ഒഴുകിപ്പോയി. അതുവഴി പറന്നുപോയ പക്ഷികൾ നിഷ്പതരായി വിനയപൂർവം ചിറകുകൾ താഴ്ത്തി. കാട്ടുമൃഗങ്ങളുടെ ചെവികളിൽ സബൂറിന്റെ ഈരടികൾ ബാക്കി നിന്നു. ആ ഓർമ്മയിൽ അവ നിശ്ചലരായി കാണപ്പെട്ടു. ഈ സാഹചര്യത്തിൽ നിന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഉയർന്നുവരുന്നത്. സകല ജീവജാലങ്ങളും ആ ഉയർച്ച ആകാംക്ഷയോടെ നോക്കിക്കണ്ടു. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തപ്പെട്ട വിശുദ്ധ ഭവനം. ദാവൂദ് നബി അലൈഹിസ്സലാം മസ്ജിദിന്റെ പണി തുടങ്ങി അടിത്തറ കെട്ടി. ചുമരുകൾ കെട്ടിപ്പൊക്കി ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. മസ്ജിദ് മനോഹര സൗധമായി അതിനെ പണിതുയർത്തണം. ജിന്നുകളെക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യിക്കണം. ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. മലമുകളിലും വനാന്തരങ്ങളിലും കഴിയാനാണ് അവനിഷ്ടം. എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി അവിടെ കഴിയാം. അവിടെ നിന്നാണ് ജിന്നുകളെ വരുത്തിയത്. കഠിനമായ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. മസ്ജിദിന്റെ പണി തുടങ്ങി. ജോലിഭാരം വർദ്ധിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന ജോലി. സ്വർണവും വെള്ളിയും ഉരുക്കി തറയും ചുമരും അലങ്കരിക്കാനുള്ളതാണ്. വിലപിടിപ്പുള്ള രത്നങ്ങൾ മുങ്ങിയെടുത്തു. തറയിൽ പലതരം നിറങ്ങളുള്ള കല്ലുകൾ വിരിച്ചു. വെള്ളപ്പച്ച മഞ്ഞ ഭിത്തികൾ മരങ്ങൾ കൊണ്ടലങ്കരിച്ചു. ഈട്ടിത്തടികൊണ്ട് വാതിലുകൾ നിർമ്മിച്ചു. മസ്ജിദിനകത്ത് വെള്ളിവിളക്കുകൾ സ്ഥാപിച്ചു. മനോഹരമായ മണിമേട സ്ഥാപിച്ചു. അതിന്റെ പേര് ഖുബ്ബത്തുസ്സഖ്റ. അതിനു മുകളിൽ മനോഹരമായ താഴികക്കുടം. ആവേശത്തോടെ മസ്ജിദിന്റെ പണി തുടർന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ ദിവസങ്ങളോളം താമസിക്കാറുണ്ട്. മസ്ജിദിനു ചുറ്റും ഒരു ജനവാസകേന്ദ്രം വളർന്നുവന്നു. അദ്ദേഹത്തിന് ദീർഘമായി ആരാധന നടത്താനുള്ള ഒരു പ്രത്യേക സ്ഥലം ബൈത്തുൽ മുഖദ്ദസിൽ സ്ഥാപിച്ചു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കാലം അവസാനിക്കുകയായി. അദ്ദേഹം വടി ഊന്നിപ്പിടിച്ചു നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ മരണത്തിന്റെ മലക്കു വന്നു. മരണം സംഭവിച്ചു മരിച്ച വിവരം ആരും അറിയുന്നില്ല. വടി ഊന്നിപ്പിടിച്ചു നിൽക്കുകയാണെന്ന് തോന്നി. ജിന്നുകൾ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണവർ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൊല്ലം കടന്നുപോയി. അപ്പോൾ ചിതലുകൾ വന്നു. വടിയുടെ താഴ്ഭാഗം തിന്നു നശിപ്പിച്ചു. വടിയിളകി ശരീരം താഴെ വീണു. അപ്പോൾ മാത്രമാണ് മരണവാർത്ത പുറത്തറിയുന്നത്. ജനങ്ങൾ തടിച്ചുകൂടി. എല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖം. അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു. മയ്യത്ത് സംസ്കരിക്കപ്പെട്ടു. ജിന്നുകളും ശൈത്താന്മാരും അദൃശ്യകാര്യങ്ങൾ അറിയുമെന്ന് അവകാശപ്പെടാറുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം മരണപ്പെട്ട വിവരം അവർക്കറിയാൻ കഴിഞ്ഞില്ല. 59 വയസ്സിലാണ് വഫാത്തായത്. ഒരു കാലഘട്ടം അവസാനിച്ചു. ജിന്നുകളും ശൈത്താന്മാരും കഠിനമായ ജോലികളാണ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ജോലി നിർത്തി. സത്യവിശ്വാസികളെ ഉപദ്രവിക്കാനുള്ള മാർഗം അന്വേഷിക്കാൻ തുടങ്ങി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം യഹൂദികൾ അത്യധികം അപകടകരങ്ങളായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നതിന് വളരെ മുമ്പ് നടന്ന ചില സംഭവങ്ങൾ പറയാം. പിശാചുക്കൾ വാനലോകത്തേക്ക് കയറിപ്പോവും മലക്കുകളുടെ സംസാരം കേൾക്കാൻ. ഭൂമിയിൽ നടക്കാൻ പോവുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് മലക്കുകൾ സംസാരിക്കും. പിശാചുക്കൾ എങ്ങനെയെങ്കിലും അത് കേൾക്കും. എന്നിട്ട് ഭൂമിയിലേക്ക് മടങ്ങും. പിശാചുക്കളെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ചില ജ്യോത്സ്യന്മാർ ഭൂമിയിലുണ്ട്. അവർക്ക് പിശാചുക്കൾ വിവരം നൽകും. നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ ജ്യോത്സ്യന്മാർ പ്രവചിക്കും. അതങ്ങനെ തന്നെ നടക്കും. പാമരജനങ്ങൾ വിശ്വസിക്കും. പിന്നെ പിശാചുക്കൾ സംഭവ വിവരണത്തിൽ വ്യാജം കലർത്തും. ഓരോ പദത്തിലും 70 വ്യാജം കലർത്തി അവതരിപ്പിക്കും. ഈ വ്യാജങ്ങൾ ചിലർ ഗ്രന്ഥങ്ങളിൽ പകർത്തിവെച്ചു. അത് തലമുറകൾ കൈമാറി വിശ്വസിച്ചു. വഴിതെറ്റി ജിന്നുകളും പിശാചുക്കളും അദൃശ്യകാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസം യഹൂദികളിൽ പരന്നു. പിശാച് ആഭിചാരം പഠിപ്പിച്ചു. ആഭിചാരവിദ്യ നാടാകെ പരന്നു. അതിലും നിരവധി ഗ്രന്ഥങ്ങളുണ്ടായി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത്തരം ഗ്രന്ഥങ്ങൾ പിടിച്ചെടുക്കാൻ ആളുകളെ നിയോഗിച്ചു. നിരവധി ഗ്രന്ഥങ്ങൾ പിടിച്ചെടുത്തു. അവ ഭൂമിയിൽ കുഴിച്ചിട്ടു. അതിനു മുകളിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചു. സിംഹാസനം സാധാരണ ഇരിപ്പിടമൊന്നുമല്ല. ദുഷിച്ച ചിന്തയുമായി അതിനെ സമീപിക്കാനാവില്ല, കരിഞ്ഞുപോകും. പിശാചുക്കൾ ഭയന്നു വിറച്ചു. അവരുടെ കുതന്ത്രങ്ങൾ നടന്നില്ല. അടങ്ങിയൊതുങ്ങി ജീവിക്കേണ്ടി വന്നു. അവരെ സഹായിക്കാൻ പിശാചുക്കളെത്തി. കുഴിച്ചുമൂടപ്പെട്ട ഗ്രന്ഥങ്ങൾ പുറത്തെടുക്കാൻ ഉപദേശിച്ചു. ശക്തമായ ഈമാനുള്ള ആളുകൾ അവരെ തടഞ്ഞു. പക്ഷെ എത്ര കാലം! വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഈമാനുള്ളവർ മരിച്ചുതീർന്നു. കുഴിച്ചുമൂടപ്പെട്ട ഗ്രന്ഥങ്ങൾ പുറത്തെടുക്കപ്പെട്ടു.
ആഭിചാരം പഠിക്കാൻ തുടങ്ങി. പിശാചുക്കൾ അത് പഠിപ്പിച്ചു. യഹൂദികൾ നന്നായി മാരണം ചെയ്യാൻ തുടങ്ങി. യഹൂദികൾ മാരണത്തെ ന്യായീകരിച്ചു. പറയാൻ പാടില്ലാത്ത കഠിന പദങ്ങൾ പ്രയോഗിച്ചു. അവരെന്തു പറഞ്ഞു? ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾ മാരണം പഠിപ്പിച്ചു, അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഹാറൂത്ത് മാറൂത്ത് എന്താണ് ചെയ്തത്? അവർ വന്നത് പുരാതന കാലത്താണ്. അക്കാലത്തെ നബിമാർ ജനങ്ങളെ ഇസ്ലാമിലേക്കു ക്ഷണിച്ചു. അവർ മുഅ്ജിസത്തുകൾ കാണിച്ചു, അമാനുഷിക കൃത്യങ്ങൾ. പിശാചുക്കളുടെ സഹായത്തോടെ ദുഷിച്ച മനുഷ്യന്മാർ മാരണം ചെയ്തു. മാരണം എന്നാൽ സിഹ്ർ. മുഅ്ജിസത്തും സിഹ്റും ഏത് സത്യം, ഏത് മിഥ്യ, ഇത് തിരിച്ചറിയാനാവാത്ത കാലം വന്നു. ജനം വഴിതെറ്റി. അപ്പോൾ 2 മലക്കുകൾ ഇറങ്ങിവന്നു. ഹാറൂത്ത് മാറൂത്ത്. അവർ ബാബിലോണിയയിൽ ഇറങ്ങി. അവർ ജനങ്ങളോടിങ്ങനെ പറഞ്ഞു, ജനങ്ങളെ, നബിമാർ കാണിക്കുന്നത് മുഅ്ജിസത്താണ്, അതാണ് സത്യം. സിഹ്ർ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. എന്താണ് സിഹ്ർ? ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങളത് പ്രയോഗിക്കരുത്. പ്രയോഗിച്ചാൽ നിങ്ങൾ പരലോകത്ത് പരാജയപ്പെടും, അല്ലാഹുവിന്റെ കോപം നേടും. സിഹ്ർ നിങ്ങളെ നശിപ്പിക്കും, ഉപകാരമില്ല, ഉപദ്രവമുണ്ട്. ജനങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു തരുക, ഞങ്ങളത് പ്രയോഗിക്കില്ല. വമ്പിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷം സിഹ്ർ എന്താണെന്ന് പഠിപ്പിച്ചുകൊടുത്തു. ആളുകൾ വാക്കുപാലിച്ചില്ല. അവർ സിഹ്ർ പ്രയോഗിച്ചു. മാരണവിദ്യ ഉപയോഗിച്ചു. ഭാര്യഭർത്താക്കന്മാരെ തമ്മിൽ അകറ്റാൻ വരെ ശ്രമിച്ചു. മാരണവിദ്യ വളർന്നു, സർവത്ര വ്യാപിച്ചു. ഒടുവിൽ ഏറ്റവും മാരകമായ വാചകം മാരണക്കാരുടെ വായിൽ നിന്ന് പുറത്തുവന്നു. സുലൈമാൻ നബി മാരണക്കാരനായിരുന്നു. എത്ര അപകടകരമായ വാചകം! സുലൈമാൻ നബി ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തിയത് മാരണവിദ്യ ഉപയോഗിച്ചായിരുന്നു. മാരണവിദ്യ നശിപ്പിച്ച മഹാനെ മാരണക്കാരനെന്ന് വിളിച്ചു. തലമുറകളിലൂടെ ആ പിഴച്ച വിശ്വാസം തുടർന്നു. മാരണം ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു വേണ്ടുകവച്ചാലല്ലാതെ അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. മാരണക്കാരന് പരലോകത്ത് യാതൊരു വിജയവും ലഭിക്കുകയില്ല. ഹാറൂത്ത് മാറൂത്ത് അതാണ് പഠിപ്പിച്ചത്. അതെല്ലാം യഹൂദികൾ മറച്ചുവെച്ചു. മാരണം നടത്തി ധനം സമ്പാദിച്ചു. അവർ വൻകിട മുതലാളിമാരായി. നൂറ്റാണ്ടുകൾ പലത് കടന്നുപോയി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഇസ്ലാം മതം പ്രചരിപ്പിച്ചു തുടങ്ങി. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ച് സംസാരിച്ചു. കൂട്ടത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെക്കുറിച്ചും പറഞ്ഞു. അത് കേട്ട് യഹൂദി പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞു, ദാവൂദിന്റെ മകൻ പ്രവാചകനാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. സുലൈമാൻ ഒരു ആഭിചാരകനായിരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ വചനം അവതരിപ്പിച്ചു. അൽ ബഖറ സൂറത്തിലെ 102 വചനം. ആ വചനം കൂടി ഉദ്ധരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെക്കുറിച്ചുള്ള ഈ വിവരണം അവസാനിപ്പിക്കാം. യഹൂദികളും ആഭിചാരകന്മാരും പറയുന്നതെല്ലാം നമുക്ക് അവജ്ഞയോടെ അവഗണിക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കണം. ദിവസവും ഓരോ ഫാത്തിഹ ഓതി സുലൈമാൻ അലൈഹിസ്സലാമിന് ഹദിയ നൽകാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് കഴിവ് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ അവസ്ഥയെന്താണ്? സിഹ്ർ ഇന്ന് വ്യാപകമാണ്. അസൂയ നിറഞ്ഞ മനസ്സ്, വൈരവും വിദ്വേഷവും നിറഞ്ഞ മനസ്സ്, പ്രതികാരത്തിന് ദാഹിക്കുന്ന മനുഷ്യർ. അവർ മാരണക്കാരെ തേടിപ്പോവുന്നു. സിഹ്ർ ഭംഗിയായി പിശാച് മനുഷ്യർക്ക് കാണിച്ചുകൊടുത്തു. അവരത് ചെയ്യുന്നു. മാരണക്കാർക്ക് പലലോകത്ത് യാതൊരു നേട്ടവുമില്ലെന്ന് ഓർത്തുകൊള്ളട്ടെ. സിഹ്ർ ബാധിക്കുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതി പ്രാർത്ഥിക്കുക. ഇനി വിശുദ്ധ ഖുർആൻ വചനം ഉദ്ധരിക്കാം. സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ രാജവാഴ്ചയെക്കുറിച്ച്. പിശാചുക്കൾ വ്യാജമായി പറഞ്ഞു പരത്തിയതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. സുലൈമാൻ നബി അവിശ്വസിച്ചിട്ടില്ല. പക്ഷേ പിശാചുക്കൾ അവിശ്വസിച്ചു. അവർ ജനങ്ങൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നു. ബാബിലിൽ അഥവാ ബാബിലോണിയ, ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റിയിരിക്കുന്നു. ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ സത്യനിഷേധിയാവരുത് എന്ന് പറയാതെ അവർ ആർക്കും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതെന്തുകൊണ്ടോ അതിനെ അവരിരുവരിൽ നിന്നും അവർ പഠിക്കുന്നു. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അവർ ആരെയും അതുമൂലം ഉപദ്രവിക്കുന്നവരല്ല. തങ്ങൾക്ക് ഉപദ്രവമുണ്ടാവുകയും ഉപകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ അവർ പഠിക്കുന്നു. അത് കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകസുഖത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് നിശ്ചയമായും അവർ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. അവർ എന്തിനു പകരം തങ്ങളുടെ ആത്മാക്കളെ വിറ്റുവോ അതത്ര നികൃഷ്ടം. അവർ അറിവുള്ളവരായിരുന്നുവെങ്കിൽ. എല്ലാ നബിമാരുടെയും ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.